ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും മില്യൺ ബിസിനസ് മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കറ്റിൻ്റെ ഇടിവ് പഴയതുപോലെ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിഫ്റ്റി 346 പോയിന്റ് ഇടിഞ്ഞപ്പോൾ 23,086 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് 693 പോയിന്റ് ഇടിഞ്ഞപ്പോൾ 48,041 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ് 2,195 പോയിന്റ്സിൽ ഇടിഞ്ഞപ്പോൾ 52,391 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 16,923 ക്ലോസ് ചെയ്തപ്പോൾ 723 പോയിന്റ് ഇടിവാണ് ഉണ്ടായത്. നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും 4% ഈച്ചാണ് ഇന്ന് ഇടിഞ്ഞത്. ഇന്ത്യയിലെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി കാരണം ഇന്ന് ഇന്ത്യ വിക്സ് ഉയർന്ന് 15.99 ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഇന്നും 1,049 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി 76,330 ക്ലോസ് ചെയ്തു. ഇന്ന് DIFI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII നല്ലൊരു ബൈയിങ് ആണ് നടത്തിയത്. 8,066 ബൈയിങ് നടത്തിയപ്പോൾ FII 4,893 സെല്ലിംഗ് ആണ് നടത്തിയത്. പ്രീവിയസ് ഡേ DII 3,961 ക്രോസിന് ബൈ ചെയ്തപ്പോൾ FII വീണ്ടും 2,254 ക്രോസിന് സെല്ല് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനേഴ്സ് വളരെ കുറവാണെന്ന്. TCS 0.78% ഗെയിൻ ഉണ്ടായി. കഴിഞ്ഞ ദിവസം TCS 5.6% ഉയർന്നിരുന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.58%, ആക്സിസ് ബാങ്ക് 0.46%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.12% ഗെയിൻ ഉണ്ടായി. ഇന്ന് ലോസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ട്രെൻഡ് 5.4% തുടർച്ചയായ ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് ദിവസങ്ങളെല്ലാം ട്രെൻഡിൻ ഇടിയിലായിരുന്നു. അൾട്രാസിമെൻകോ 2.31% ഇടിഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റൽ 2.62%, അദാനി എൻ്റർപ്രൈസ് വലിയൊരു ഇടിവാണ് ഉണ്ടായത് 6.21%, ബജാജ് ഓട്ടോ 1.64%, ബജാജ് ഫിനാൻസ് 1.89%, മാരുതി 1.13%, ഏഷ്യ മോട്ടോഴ്സ് 2.21%, M&M 3%, ഹീറോ മോട്ടോർ കോപ്പ് 1.87% ഇടിയുണ്ടായി. നിഫ്റ്റി ഈ വർഷം ജാനുവരി നോക്കിക്കഴിഞ്ഞാൽ തന്നെ 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,885 ക്ലോസ് ചെയ്തപ്പോൾ 2.77% ഇടിവാണ് ഈ മാസം ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 326 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 2,525 കമ്പനികൾ റെഡിൽ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ദിവസം അത് 551 കമ്പനികളായിരുന്നു ഗ്രീനിൽ ക്ലോസ് ചെയ്തത്. സെക്ടറൽ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറും നല്ല ഇടിവിലാണ് എന്നുള്ളത്. ഇന്ന് നിഫ്റ്റി ഓട്ടോ 635.5 പോയിന്റ് ഇടിഞ്ഞ് 22,382 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 43,999 ക്ലോസ് ചെയ്തു 610 പോയിന്റിന് ഇടിവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 5,897 ക്ലോസ് ചെയ്തപ്പോൾ 187 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 22,400 ക്ലോസ് ചെയ്തപ്പോൾ 329 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഫാർമ ഇന്നും 21,903 ക്ലോസ് ചെയ്തപ്പോൾ 477 പോയിന്റ് ഇടിവുണ്ടായി. നിഫ്റ്റി FMCG 56,420 ക്ലോസ് ചെയ്തപ്പോൾ 697 പോയിന്റ് ഇടിവുണ്ടായി. നിഫ്റ്റി മെറ്റൽ 7,951 പോയിന്റിൽ ക്ലോസ് ചെയ്തപ്പോൾ 311 പോയിന്റ് ഇടിവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 901 പോയിന്റ് ക്ലോസ് ചെയ്തപ്പോൾ 62.30 ഇടിവുണ്ടായി. നിഫ്റ്റി മീഡിയ 1664 ക്ലോസ് ചെയ്തപ്പോൾ 79 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി എനർജി 32,623 ക്ലോസ് ചെയ്തപ്പോൾ 1,119 പോയിന്റ്സിൻ്റെ ഇടിവുണ്ടായി. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,554 ക്ലോസ് ചെയ്തപ്പോൾ 205.75 ഇടിവുണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,044 ക്ലോസ് ചെയ്തപ്പോൾ 352 പോയിന്റിന് ഇടിവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,454 ക്ലോസ് ചെയ്തപ്പോൾ 286 പോയിന്റിൻ്റെ ഇടിവുണ്ടായി. എല്ലാ സെക്ടറുകളും ഇന്ന് ഓൾമോസ്റ്റ് സെക്ടറുകളെല്ലാം റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ കാണിക്കുന്നതിൽ ഏറ്റവും വലിയ ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി റിയാലിറ്റി 6.47% ഇടിവും നിഫ്റ്റി മീഡിയ 4.54% ഇടിവാണ് ഉണ്ടായത്. നല്ലൊരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ Q3 റിസൾട്ട് കാലഘട്ടമാണ്. അപ്പോൾ അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 4.80% ഇൻക്രീസ് ആയി.
ജസ്റ്റ് ഡയൽ കമ്പനിയുടെ പ്രോഫിറ്റ് വന്നപ്പോൾ 42% പ്രോഫിറ്റ് ഇൻക്രീസ് വന്നു. PCBL എന്നാൽ 37% നെറ്റ് ലോസാണ് ഉണ്ടായത്. ഇനി നാളെ റിസൾട്ട് HDFC AMCയുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട് 14 ജാനുവരിക്ക്. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ PPI ഡേറ്റ USA 14 ജാനുവരി നാളെ വരുന്നുണ്ട്. WPI ഇൻഫ്ലേഷൻ ഡേറ്റ ഫ്രം ഇന്ത്യ നാളെ വരുന്നുണ്ട് 14 ജാനുവരിക്ക്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഇന്ന് അപ്ഡേറ്റ് പറയാനുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് നേരുന്നു.